എല്ലാവർക്കും നമസ്കാരം. എല്ലാ ആഴ്ചയിലും പറയുന്നത് പോലെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ വീണ്ടും മാർക്കറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ന്യൂസുകളായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു പോസിറ്റീവ് ന്യൂസ് മാത്രമായിരുന്നു. DIAs അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ലാസ്റ്റ് വീക്കിൽ സ്ട്രോങ് ബയ്യിങ്ങിലാണ് ഉണ്ടായിരുന്നത്. ഈ ജനുവരി മാസം രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും 24,215 കോടി രൂപയുടെ ബയ്യിങ്ങാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. ഇത്രത്തോളം അവർ ബൈ മോഡിലുണ്ടായിട്ട് നമ്മുടെ നിഫ്റ്റി കഴിഞ്ഞ 3 മാസത്തെ ഏറ്റവും ലോവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ബൈ മോഡിലുണ്ടായിരുന്നിട്ടും പ്രയോജനമില്ലാതായിപ്പോയി. ഇനി നമുക്ക് നെഗറ്റീവ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാടെണ്ണം ഉണ്ട് താനും. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെയാണ്. പോസിറ്റീവ് ന്യൂസാണ് വരുന്നതെങ്കിൽ അത് വരിയായിട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതേസമയം നെഗറ്റീവ് ന്യൂസിന് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ആയിട്ട് നെഗറ്റീവ് തന്നെയായിരിക്കും. നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഫസ്റ്റ് നെഗറ്റീവ് ന്യൂസ് നോക്കാം. നമ്മുടെ ഗവൺമെൻറ് ഇന്ത്യയുടെ GDP കണക്കുകൾ വളരെ കുറഞ്ഞു പോകുന്ന കണക്കുകളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് 4 വർഷമായിട്ടില്ലാത്ത ഒരു ഫോർകാസ്റ്റ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 6% GDPയെ വരികയുള്ളൂ എന്നാണ് ഒരു എക്സ്പെക്റ്റേഷൻ നടത്തിയിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർകാസ്റ്റ് തന്നെ 7% പറയുന്നത്. എന്നാൽ ഇന്ത്യൻ ഗവൺമെൻറ് 6% GDP ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഒരു ഇനി നാലാമത്തെ നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് FIIs ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും സെൽ മൂഡിലാണ് എന്നതാണ്. ഈ മാസം ജനുവരി മാസം മാത്രം 22,000 കോടിയുടെ സെല്ലിങ്ങാണ് അവർ നടത്തിയിരിക്കുന്നത്. എന്നാൽ DIAs ബയ്യിങ്ങിൽ തന്നെയാണുള്ളത്. പക്ഷേ മാർക്കറ്റിൽ പ്രതിഫലിക്കുന്നത് എന്താണ്? FIIസിൻ്റെ സെല്ലിങ്ങാണ് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേൾഡ് ലെവലിലുള്ള നെഗറ്റീവ് ന്യൂസുകളിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത് US കഴിഞ്ഞ ഡിസംബറിൽ മാത്രം 5.5% ജോബ് കട്ടിങ്ങാണ് അവർ നടത്തിയിരിക്കുന്നത്. അതായത് ഡിസംബർ മാസത്തിൽ 5.5 എന്ന് പറയുമ്പോൾ 38,800 ജോബ് കട്ടിങ്ങാണ് നടത്തിയതായി പറയുന്നത്. 2024 നോക്കുകയാണെങ്കിൽ മൊത്തം 7,20,000 ജോബ് കട്ടിങ്ങാണ് അവിടെ കഴിഞ്ഞ 2024 അവർ നടത്തിയിരിക്കുന്നതായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതൊരു നെഗറ്റീവ് പോയിൻ്റാണ്. പിന്നെ കൺസ്യൂമർ ഡാറ്റ, ഹോം സെയിൽസ് ഡാറ്റ എന്ന് പറയുന്നത് വളരെ ലോവിലാണ്. അതായത് 30 വർഷത്തിൽ താഴ്ന്ന നിലയിലാണ് കാണിച്ചിരിക്കുന്നത്. വീടുകളൊന്നും വിറ്റ് പോകാത്ത അവസ്ഥയാണ് അതിലും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ജൂൺ 6 ശേഷമായിരിക്കും റേറ്റ് കട്ടിങ് സംബന്ധിച്ചുള്ള റേറ്റ് കട്ടിങ്ങിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവുകയുള്ളൂ എന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വേൾഡ് ലെവലിൽ തന്നെ നെഗറ്റീവ് മൂഡിലാണ് മാർക്കറ്റുകൾ നിലവിലെ സാഹചര്യത്തിലുള്ളത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ യൂണിയൻ ബജറ്റിന് ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഒരാഴ്ച 1.5 ആഴ്ചയോളം ബാക്കിയുണ്ട്. എന്നാൽ മാർക്കറ്റ് ഇപ്പോഴും നെഗറ്റീവിലാണ്. പ്രീവിയസ് വീക്കിൽ നിഫ്റ്റി 600 പോയിൻറ്റും സെൻസെക്സ് 1700 പോയിൻറ്റിലും കൂടുതൽ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,000 പോയിൻറ്റിന് മുകളിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി 23,440 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം സെൻസെക്സ് 77,099 ഒരു സപ്പോർട്ട് എടുത്ത് 77,378 ക്ലോസ് ചെയ്തത്. എല്ലാ സെക്ടറുകളും ഒരേപോലെ വീണ കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ചത്തെ 3% പോസിറ്റീവിൽ IT സെക്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത്. വ്യാഴാഴ്ച റാലി നടത്തിയ FMCG സെക്ടർ വലിയ ലോസിലേക്ക് പോകുമായിരുന്ന മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ സഹായകമായി എന്ന് പറയാം. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ റിയാലിറ്റി സെക്ടർ 8.4% ഇടിഞ്ഞിരിക്കുന്നത്. ബാങ്കുകളും നിഫ്റ്റി സ്മോൾ ക്യാപ്പ്, നിഫ്റ്റി നെക്സ്റ്റ് 50 എന്നിവയും 7% കൂടുതലാണ് വീണിരിക്കുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റിയും ഫിനാൻഷ്യൽ സെക്ടറും 5% കൂടുതൽ ലോസായപ്പോൾ റിലയൻസിൻ്റെ വീഴ്ചയും കൂടി ആയപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് സാമാന്യം നല്ല ഫോളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നെഗറ്റീവ് ന്യൂസുകളായിട്ടുള്ളത്. പോസിറ്റീവ് ന്യൂസ് എന്ന് പറയാൻ DIAസിൻ്റെ ബയ്യിങ് മാത്രമാണുള്ളത്. പക്ഷേ അവർ ഇത്രയും ബൈ ചെയ്തതിനെ കൊണ്ടും മാർക്കറ്റിന് യാതൊരു പ്രയോജനവും ഇല്ലാതായി. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ച
നമ്മൾ പറഞ്ഞ വെള്ളിയാഴ്ചത്തേക്ക് നമ്മൾ പറഞ്ഞ ലെവലുകളൊന്ന് പരിശോധിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ട്രേഡ് ചെയ്യാനുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ആദ്യമായിട്ട് നമുക്ക് സെൻസെക്സ് നോക്കാം. സെൻസെക്സിൽ നമുക്ക് ഇവിടെ ഈ ഒരു ക്യാൻഡിലാണ് ക്രോസിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇത് ചെയ്തിട്ടില്ല. 77,490 താഴെ ഈ ക്യാൻഡിലാണ് ക്രോസിംഗ് ക്ലോസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ നേരെ മുകളിലേക്കാണ് പോയത്. മുകളിലേക്ക് പോയി പിന്നീട് ലാസ്റ്റ് ഈ ഒരു ക്യാൻഡിലാണ് ക്രോസിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്കും 2 മണിയായി. 2 മണിയായെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എൻട്രി കിട്ടി. ഇതുവരെ 180 പോയിൻറ്റോളം നമുക്ക് സെൻസെക്സിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 49,230 എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇതാണ്, ഈ ഒരു ക്യാൻഡിലാണ് ക്രോസിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, 9:30 ക്യാൻഡിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് 9:30 കഴിഞ്ഞതിന് ശേഷം ഈ ക്യാൻഡിലിൻ്റെ ഇവിടെ നിന്നും എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുവരെ, അതായത് 350ഓളം പോയിൻറ്റിൻ്റെ റാലി ഇവിടെ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഒരു 80 പോയിൻ്റല്ലേ സ്റ്റോപ്പ് ലോസ് വയ്ക്കൽ. അപ്പോൾ 80 1:1 ആണെങ്കിൽ 80, 1:2 ആണെങ്കിൽ 160. അപ്പോൾ നോക്കൂ, 1:4 ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായിരുന്നാലും ബുക്ക് ചെയ്തിട്ടുണ്ടാവും പ്രോഫിറ്റ്. നെക്സ്റ്റ് ഇവിടെ നിന്ന് ഒരു റീടെസ്റ്റ് നടത്തി റിക്കവറി നടത്തിയതിന് ശേഷം വീണ്ടും ഇവിടെ നിന്നും ഒരു 11.15 കൂടിയിട്ട് താഴത്തേക്ക് വരികയാണ് ചെയ്തത്. ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും രണ്ടാമത് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും നല്ല പ്രോഫിറ്റ് ആയിരിക്കും. നോക്കൂ, 570ഓളം പോയിൻ്റ് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ സെൻസെക്സിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ പ്രോഫിറ്റിലാണ്. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 23,550 താഴെയാണ് എൻട്രി പറഞ്ഞിരുന്നത്. നമുക്ക് ഈ ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് 23,550 താഴെ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. അതായത് 23,551 ഓപ്പൺ ചെയ്തിട്ട് നേരെ മുകളിലേക്ക് പോയി. 23,596 എന്നുള്ള ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് നേരെ താഴെ വന്നു. പക്ഷെ നമ്മൾ ആ ഫസ്റ്റ് ക്യാൻഡിലായതുകൊണ്ട് ഇവിടെ നിന്നൊന്നും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ഈ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്ക് വരുന്നില്ല എങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഇനിയിപ്പോൾ ജസ്റ്റ് അപ്പോൾ തന്നെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ ഹാഫിൽ നിന്നെങ്കിലും നമുക്ക് എൻട്രി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമുക്ക് 160 പോയിൻറ്റോളം റാലി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലും നമുക്ക് ഇന്ന് പ്രോഫിറ്റ് തന്നെയാണ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും നമുക്ക് പ്രോഫിറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജനുവരി മാസത്തിൽ 4-ാം തീയതി, 6-ാം തീയതി, പിന്നെ 8, 9, 10 5 ദിവസം നമ്മൾ പ്രോഫിറ്റിലാണ്. ജനുവരി മാസം ഫസ്റ്റ് വീക്കിൽ 2 ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. 3-ാമത്തെ ദിവസം മുതലാണ് വീഡിയോ ചെയ്തത്. ബാക്കി നമ്മൾ ഇവിടെ ബ്ലാങ്കായി കാണുന്ന കോളങ്ങളെല്ലാം തന്നെ നമുക്ക് എൻട്രി ലഭിക്കാത്തതാണ്. സ്റ്റോപ്പ് ലോസ് ഏതിലും അടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയിലെ റിസൾട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആ ഒരു PNL ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നാളെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെ ആക്ട് ചെയ്യും, നമുക്ക് എങ്ങനെയൊക്കെ ട്രേഡ് എടുക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതാണ് ഒരു ലോ എന്ന് പറയുന്നത്. നമ്മൾ 15 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നതാണ് ഉചിതം. 23,340 താഴെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ, അതേപോലെ തന്നെ 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാവുന്നതാണ്. ഡൗൺ സൈഡിലേക്ക്, അപ്പ് സൈഡിലേക്ക് നമുക്ക് എൻട്രി എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ആണെങ്കിലും അതേപോലെ തന്നെ 1 അവർ ആണെങ്കിലും ഈ ഒരു റേഞ്ചിന് മുകളിൽ തന്നെ എൻട്രി എടുത്താൽ മതി. കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇവിടെ നിന്നൊക്കെ അഥവാ എൻട്രി ഇവിടെ നിന്ന് ജസ്റ്റ് എൻട്രി എടുത്താലും വീണ്ടും താഴത്തേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്വിങ്ങിൽ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 40-50 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉള്ളൂ. അപ്പോൾ നമുക്കത് ഇൻഡെക്സിൽ എത്രത്തോളം പെർഫോമൻസ് ആവും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നമുക്ക് 23,595 അല്ലെങ്കിൽ 23,600 മുകളിൽ തന്നെ എൻട്രി എടുത്താൽ മതി. നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടാതിരുന്നാൽ മതി. പ്രോഫിറ്റ് ഇല്ലെങ്കിലും ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുക്കാം. 48,620 താഴെ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് വരാവുന്നതാണ്. ഇനി 1 അവറിലേക്ക് വരുമ്പോൾ
നമുക്ക് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ 48,240 താഴെ അല്ലെങ്കിൽ 48,230 താഴെ വേണമെങ്കിൽ കുറച്ചുകൂടെ മുകളിൽ നിന്ന് എടുക്കാവുന്നതാണ്. 48,300 താഴെ 1 അവർ ടൈം ഫ്രെയിമിലും എൻട്രി എടുക്കാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 48,620 താഴെയും 1 അവറിൽ 48,300 താഴെയും. ഓക്കെ, ഇനി അപ്പ് സൈഡിലേക്ക് നമുക്ക് 1 അവർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സിങ് ഉണ്ട്. ഈ സിങ്ങിൽ നിന്ന് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് എൻട്രി എടുക്കാം. 49,580 മുകളിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 48,777 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 49,580 മുകളിൽ എൻട്രി എടുത്ത് പോകാം. ഓക്കെ, അതേസമയം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിങ്ങിൽ നിന്ന് തന്നെ എൻട്രി എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. 49,370 മുകളിൽ അതിനും താഴെ എടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് പിന്നെ ഇവിടെ നിന്നാണ്. 49,140 മുകളിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റിയിൽ മുകളിലേക്ക് എടുത്തിട്ട് പോകാം. ഡൗൺ സൈഡിലേക്ക് 48,620 താഴെയും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി സെൻസെക്സിലേക്ക് വരുമ്പോൾ സെൻസെക്സിൽ 1 അവർ ടൈം ഫ്രെയിമിൽ 76,930 താഴെ എൻട്രി എടുത്താൽ മതി. ഇത് 1 അവർ ടൈം ഫ്രെയിമിലാണ്. അതേസമയം അപ്പ് സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് എടുത്തു പോകാം. ഈ ഒരു സിങ്ങിൽ നിന്ന് 77,900 നിന്ന് എൻട്രി എടുക്കാം അപ്പ് സൈഡിലേക്ക്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് സെൻസെക്സിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് താഴെ ഡൗൺ സൈഡിലേക്ക് 77,160 താഴെ. ഓക്കെ, ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണേ. അതേസമയം അപ്പ് സൈഡിലേക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഒരു എൻട്രി ചാൻസ് ഉണ്ട്. 77,710 മുകളിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അപ്പ് സൈഡിലേക്കും സെൻസെക്സിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ചാർട്ടിൽ മാർക്ക് ചെയ്ത് കറക്റ്റായ സമയത്ത് ഏത് ക്യാൻഡിലാണോ നോക്കുന്നത് ആ ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുത്ത് പോവുക. സ്റ്റോപ്പ് ലോസ് കൃത്യമായി വെക്കുക. 1:1, 1:2 വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതേസമയം സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിർത്തുന്നു. ബൈ.